സംസ്കൃതത്തിലാണ് ഋഷഭപുത്രനായിരിക്കുന്ന ഭരതന്റെ കഥ പറയുന്നത്. അദ്ദേഹത്തിന് പുതിയൊരു പീരീഡ് വീണു. ജഡഭരതൻ ജഡബോധമില്ലാതെ ജീവിച്ചവനാണ്. ശരീരത്തെ കുറിച്ച് ചിന്തിച്ചില്ല. അദ്ദേഹം അജനാഭം എന്ന് പറയുന്ന ഭൂഖണ്ഡം ഭരിച്ചത് മുതലാണ് അതിന് ഭാരതം എന്ന് പേരുള്ളത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജനങ്ങൾക്കെല്ലാം സംതൃപ്തി ഉണ്ടായിരുന്നത് കൊണ്ടും അവരൊക്കെ ആത്മജ്ഞാനത്തിൽ രതിയുള്ളവരായിരുന്നു. ഭാസിൽ രതിയുള്ളവർ ഉണ്ടായ നാടാണ് ഭാരതം. ഇന്ന് ഭാസിലൊന്നും ആർക്കും വലിയ രതിയൊന്നുമില്ല. ബാക്കിയൊക്കെ ഇല്ലാതിനകത്ത് നല്ല രതിയാണ് അല്ലേ? ആർക്കും ആത്മീയജ്ഞാനമൊന്നും വേണ്ട. കാരണം അതൊക്കെ പഴഞ്ചൻ ഏർപ്പാടാണെന്നുള്ളൊരു ധാരണയാണ് നമ്മുടെയൊക്കെ ഇന്നത്തെ ആൾക്കാരുടെ ഉള്ളില് ഉള്ളത്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ യജ്ഞവേദികളെ ആള് പറയണേ. ബാക്കി എല്ലാവരും ഒരു ഗാനങ്ങളൊക്കെ ഇവിടെ സർവ്വ ആൾക്കാരും കൊണ്ട് ചേരുമില്ലേ? ഈ ഒരു ഡാൻസ് വയ്ക്കട്ടെ, എല്ലാരും വരും. പക്ഷെ ഇത്തരത്തിലുള്ള ആത്മീയമായ കാര്യങ്ങൾ നടക്കുന്നത് മാത്രം ആളില്ല. പിന്നെ വേറൊരിടത്തും ഭയങ്കര തിരക്കാം. അതെവിടാന്ന് ഞാൻ പറയണില്ല. അപ്പൊ അങ്ങനെ ആത്മീയ ജ്ഞാനം ഇന്ന് വളരെ, അതുകൊണ്ട് ഭാരതത്തിന് ആ ഭാസിലൊന്നും രതി വലുതായിട്ട് ഇല്ല. ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ഇന്ന്. പ്രത്യേകിച്ച് കേരളത്തില് ഇതിനെയൊക്കെ കേൾക്കാനും കാണാനും അറിയാനും ഒക്കെ താല്പര്യമുള്ളവർ വളരെ തുലവും കുറവാണ്. കേരളം വിട്ടുപോയാൽ കുറെ കൂടെ ഒക്കെ ഭേദം. പക്ഷെ കേരളം വിട്ടുപോകാന്ന് പറഞ്ഞാൽ പറ്റില്ല. ഈ ഒരു എറണാകുളം കഴിഞ്ഞൊരു തൃശ്ശൂർ മുതൽ അങ്ങോട്ട് പിന്നെയും കുറെ കൂടെ ഭേദം. പക്ഷെ എറണാകുളം മുതൽ തെക്കോട്ട് വളരെ കഷ്ടമാണ്. ചുരുക്കം ചില വേദികളിലേ ഉള്ളൂ നിറഞ്ഞ സജ്ജനങ്ങൾ വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ വളരെ കുറവാണ്. കാരണം ഇതുകൊണ്ടാണ് ആ ഭാസിലല്ല ഇപ്പൊ രതി. പ്രാപഞ്ചികമായിരിക്കുന്ന ഭൗതികമായ വിഷയങ്ങളിലാണ് എല്ലാവർക്കും കൂടുതൽ താല്പര്യം. എങ്ങനെയും കാശുണ്ടാക്കണം, എങ്ങനെയും തലകുത്തി കിടക്കണം എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ഈ ധനമെല്ലാം കൂടെ സമ്പാദിച്ചു വെച്ചിട്ട് എല്ലാ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള സമാധാനം കിട്ടാൻ പോവുകയും ചെയ്യും. എപ്പോഴാ കുറുവാ സംഘം വരുന്നതെന്നോ ഇൻകം ടാക്സുകാർ എപ്പോഴാണ് വരുന്നതെന്നൊന്നും അറിയാൻ വയ്യാതെ ഉള്ള ടെൻഷനും അടിച്ച് പ്രഷറിന് ഗുളികയും കഴിച്ച് അങ്ങനെ ഉറക്കമില്ലാതെ ഓരോ ദിവസവും കഴിച്ചു കൊടുക്കും. ധനം ഒരുപാടുണ്ടായത് കൊണ്ട് സമാധാനം ഉണ്ടാകും എന്ന ധാരണ വേണ്ട. ആ ധനം ഉള്ള സമാധാനം ഇല്ലാതാക്കിയേ ഉള്ളൂ. ധനമില്ലാത്തവന് വഴി സൈഡിൽ വേണേലും കിടന്നുറങ്ങാം. ധനമുള്ളവന് കൊട്ടാരത്തിലും ഉറങ്ങാൻ പറ്റൂല. അത് ഓർത്തു വെച്ചോ. ഒരുപാട് കാശുണ്ടാകുന്ന തോന്നുന്നെങ്കിൽ കുറച്ച് എന്നെ ഏൽപ്പിച്ചേക്കാം. അല്ലേ? എങ്ങനെയല്ലേ അല്ലേ? ഇല്ലാത്തവന് കൊടുക്കണം എന്നല്ലേ? ആണോ? ഞങ്ങളുടെ അടുത്ത് വേണ്ട അല്ലേ? എന്തായാലും അങ്ങനെ ജഡഭരതൻ അദ്ദേഹം ഭരണകാലമൊക്കെ കഴിഞ്ഞപ്പോ ഇനി തന്റെ ജീവിതം തപസ്സിന് വേണ്ടിയുള്ളതാണ്. ഈ ജന്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്, ജീവനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണെന്നുള്ള ചിന്ത കൊണ്ട് അദ്ദേഹം തപസ്സിന് പോയി. തപസ്സിന് പോയി വനത്തിലാണ് പോയത്. വാനപ്രസ്ഥനായിട്ട് പോയി. എല്ലാവിധമായ വിഷയങ്ങളിൽ നിന്നും കുറെയൊക്കെ മനസ്സിനെ അകറ്റി തന്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിച്ച് യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യത്തിലേക്ക് തിരിഞ്ഞു പോവുക. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് വനത്തിൽ പോയത്. കാരണം കൊട്ടാരത്തിൽ ഇരുന്നാൽ കൂടുതൽ വിഷയങ്ങളിലേക്ക് മനസ്സ് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? അങ്ങനെ വനത്തിൽ പോയി. അവിടെ ചെന്ന് പർമ്മശാലയൊക്കെ കെട്ടി അവിടെ എങ്ങനെ ജപവും തപവും ഹോമവും ഒക്കെ ആയിട്ട് കഴിഞ്ഞുപോയി. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഇദ്ദേഹം നദിയിലെ സ്നാനത്തിനായിട്ട് പോകുമ്പോ ഒരു ഭയങ്കരമായ അലർച്ച കേട്ട് തിരിഞ്ഞു നോക്കി. നോക്കിയപ്പോഴോ ഒരു മാൻപേട, പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു മാൻപേട ഓടി വരണതുകൊണ്ട് വന്ന് താൻ സ്നാനം ചെയ്യാൻ നിൽക്കുന്ന നദിയുടെ മറുകരക്കിലേക്ക് ചാടി
പക്ഷേ ഗർഭം വഹിച്ചുകൊണ്ട് ആ നദിക്കപ്പുറം ചാടാനായിട്ട് ആർക്കും സാധിച്ചില്ല. ഈ മാനിനെ സാധിച്ചില്ല. അതാ വെള്ളത്തിൽ കിടന്ന് പ്രസവിച്ചു. അമ്മ മാൻ ചത്തും പോയി. കുട്ടിമാന് ഒഴുകി ഭരതന്റെ അരികിലേക്ക് എത്തി. മനുഷ്യനുണ്ടാവേണ്ട ഏറ്റവും മഹത്തരമായ ഒരു ഗുണം ഭരതനുണ്ടായിരുന്നു. എന്താ മനുഷ്യന് വേണ്ട ഏറ്റവും മഹത്തരമായ ഒരു ഗുണം? നമുക്ക് ആർക്കും അസാധനയില്ല, അതുകൊണ്ട് അറിയാത്ത മനുഷ്യത്വം ഉണ്ടോ? ഇപ്പൊ അത് ഉണ്ടോ? ഇല്ല. നമ്മുടെ മുമ്പിൽ ആരെങ്കിലും ഒന്ന് പിടഞ്ഞ് ചാവുന്ന കണ്ടാൽ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഉടനെ മൊബൈൽ എടുത്ത് ഫേസ്ബുക്കിൽ കയറി ലൈവ് വിട്ട് എത്ര ലൈക്കും എത്ര കമന്റും കിട്ടുമെന്ന് നമ്മൾ നോക്കും. ആ ജീവനെ രക്ഷിക്കാൻ നമ്മൾ നോക്കൂല. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു ഇത് കാണിക്കുന്നത് കണ്ടു. ഒരു വെട്ടിക്കിളി ഒരു ഓഫീസിന്റെ ചില്ലുകൂടിനകത്ത് വിട്ടിട്ട് ആൾക്കാരെല്ലാം ഭയങ്കരമായ വിഷമത്തോട് വിളിക്കുന്ന എങ്ങനെങ്കിലും ആ കിളിയെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് കളക്ടറൊക്കെ വന്നിട്ട് ആ കിളിയെ രക്ഷിക്കുന്നതായിട്ടുണ്ട്. ഞാൻ അന്നേരം ആലോചിച്ചത്, അപ്പൊ പറഞ്ഞതെന്താ വെച്ചാൽ ഒരു കിളിയുടെ ജീവൻ പോലും നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മളൊക്കെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയുള്ളത് കിളിക്ക് വരെ ജീവന് ഭയങ്കര വിലയുണ്ട്, പക്ഷെ മനുഷ്യന്റെ ജീവന് മാത്രം യാതൊരു വിധമായ വിലയും ഇല്ല. എപ്പ വേണേലും കട്ടാം, എപ്പ വേണേലും കൊല്ലാം, എന്ത് വേണേലും ചെയ്യാം എന്നൊരു കണ്ടീഷനിലേക്കാണ് ഇപ്പൊ മനുഷ്യന്റെ ജീവിതം മാത്രം പോയിക്കൊണ്ടിരിക്കണം. ചിന്തിച്ചു നോക്കൂ. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ജീവന് വേണ്ടിയിട്ട് എല്ലാവരും ഓടും. പക്ഷെ ഒരു മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാൻ ആരും അങ്ങനെ അധികം ശ്രമിക്കാറില്ല. ജീവന് വിലയില്ലാത്ത ജീവൻ ഉണ്ടെങ്കിൽ അത് ഏതാണ്ട് മനുഷ്യന്റെ ആണ് നല്ലൊരു ശതമാനം. ആ അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ മനുഷ്യത്വം എന്നുള്ളത് കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് കാണാനുള്ള മനക്കരുത്തില്ലാത്തത് കൊണ്ട് അദ്ദേഹം ആ മാൻകുഞ്ഞിനെ എടുത്തു, തന്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി. കുറച്ച് വളർന്നു കഴിയുമ്പോൾ അതിനെ വിടാം എന്നൊക്കെ കരുതിയാണ് കൊണ്ടുപോയി ആശ്രമത്തിലെത്തിയത്. പക്ഷെ കർമ്മബന്ധം എന്ന് പറയട്ടെ, അത് ഭരതനെ വിട്ടുപോയിരുന്നില്ല. അതുകൊണ്ട് ആ മാനിനോട് എന്തെന്നില്ലാത്ത ഒരടുപ്പം ആർക്കുണ്ടായി? ഭരതനുണ്ടായി. പോണ വഴിക്കെല്ലാം ഈ മാൻകുഞ്ഞിനെ കൊണ്ട് പോകും. രാത്രി ഉറങ്ങുമ്പോൾ തന്നെ അടുത്ത് കിടന്നു. കാരണം മറ്റാരെങ്കിലും വന്ന് ആക്രമിച്ചെങ്കിലോ എന്നുള്ളൊരു ഭയപ്പാട് ഭരതന് വല്ലാതെ ഉണ്ടായി. അങ്ങനെ നിരന്തരമായി മാനിനോടുള്ള സമ്പർക്കം കൂടി വന്ന് താൻ ഏതൊരു ലക്ഷ്യത്തിലാണോ ഈ വനത്തിലേക്ക് വന്നത് ആ ലക്ഷ്യം മറന്നു. അത് മറന്നിട്ട് മറ്റുള്ള വഴികളിലെ നമ്മൾ സഞ്ചരിക്കുക. എന്തായാലും അങ്ങനെ ആ ഭരതൻ ആ മാൻകുഞ്ഞുമായിട്ടുള്ള കൂടുതലുള്ള സമ്പർക്കം കൊണ്ട് മരണസമയത്ത് പ്രായമൊക്കെയായി അങ്ങനെ കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടന്ന് പ്രാണൻ വെടിയാൻ നേരവും ഈ മാൻകുഞ്ഞ് അടുത്ത് കിടക്കുന്നത് കണ്ട് മാനിനെ കുറിച്ച് ചിന്തിച്ച് ദേഹത്ത് നിന്ന് ദേഹി വിട്ടുപോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആരെ സ്മരിച്ചുകൊണ്ടാണ് കൂടുതലും പോവാ? മക്കള്, കൊച്ചുമക്കള്, സ്വത്ത്, അല്ലേ? ഇങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ ദേഹത്തിൽ ദേഹി പോണത്. അതുകൊണ്ട് വീണ്ടും ജന്മമെടുക്കുമ്പോ അത്യധികം ദുരിതപൂർണമായിരിക്കുന്ന ജന്മങ്ങള് എടുക്കേണ്ടി വരും. എല്ലാരും ഉറക്കത്തിലാന്ന് തോന്നുന്നില്ലേ? അപ്പോ ജീവിതത്തില് എല്ലാവർക്കും ഭയങ്കര ചൂട് കൂടുതലാണ്, അതിൻ്റെതായ ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അന്നേരം അങ്ങനെ ഭരതന്റെ ദേഹത്ത് ദേഹി പോയി. അത് എന്തായിട്ട് തീർന്നു? മാനായിട്ട് പിറന്നതാണ്. മാനായിട്ട് പിറന്നപ്പോ പൂർവ്വജന്മം ഓർമ്മയുണ്ടായി. താനിങ്ങനെ മനുഷ്യനായിരുന്നു എന്നും താൻ മാനിനോടുള്ള സമ്പർക്കം കൊണ്ടാണ് മാനായി പിറക്കേണ്ടി വന്നത് എന്നുള്ള ബോധം ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് തീരുമാനിച്ചു? യാതൊരു വിധമായ സംഘവും പാടില്ല എന്ന് തീരുമാനിച്ചു. ഈ സംഘമാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നതെന്ന്. എന്താ കാരണം? സംഘം കൂടുന്തോറും സംഗമങ്ങൾ കൂടും, സംഗമങ്ങൾ കൂടുന്തോറും ബന്ധങ്ങൾ കൂടും,
ബന്ധങ്ങൾ കൂടുന്തോറും അത് ബന്ധനങ്ങളായിട്ട് മാറും. ഒരു സംഘം ഉണ്ടാവാൻ പാടില്ല. എന്തായി? ആ ദേഹം വിട്ടപ്പോൾ വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടി. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു മനുഷ്യജന്മം കിട്ടി. അപ്പോഴും പൂർവ്വജന്മങ്ങൾ ഓർമ്മ വന്നു. താൻ ഇങ്ങനെ സംഘമില്ലാതെ ആധ്യാത്മികമായ സംസ്കാരത്തിൽ ജീവിച്ചതുകൊണ്ടാണ് തൻ്റെ ഈ ജന്മം ശ്രേഷ്ഠമായതെന്ന് ബോധിച്ചു. നമുക്ക് ഈ ജന്മത്ത് ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഈശ്വരൻ തീരുമാനിച്ചു. യാതൊരു വിധമായ ബന്ധങ്ങളും ആരോടും ഉണ്ടാവരുതെന്ന് തീരുമാനിച്ചു. അങ്ങനെ ബന്ധുക്കളോടോ സ്വന്തക്കാരോടോ ഒന്നും യാതൊരു വിധമായ ബന്ധവുമില്ലാതെ അദ്ദേഹം അങ്ങനെ ആരോടും ഒരക്ഷരവും ഇന്ത്യയില് ആരെന്തി വധിച്ചാലും ഒന്നും മറുപടി കൊടുക്കില്ല. എന്നിട്ടോ എന്തെങ്കിലും ആരെങ്കിലും ഒരു ജോലിക്ക് വിളിച്ചുകൊണ്ട് പോയാൽ പറയുന്ന ജോലി ചെയ്യും. അതിന് കിട്ടണത് എന്താന്ന് വെച്ചാൽ വിചാരിച്ചവൻ എന്തോ കുഴപ്പമുള്ളതുകൊണ്ട് എന്ത് ചെയ്യാം, കൃഷി നോക്കാനായിട്ട് കൊണ്ട് നിർത്താൻ തീരുമാനിച്ചു. ഭയങ്കരമായ ക്രൂര ജന്തുക്കളുടെ ആക്രമണങ്ങൾ കൊണ്ട് കൃഷിയൊക്കെ നശിക്കുമായിരുന്നു. കൃഷിക്കൊരു കാവലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഏറുമാടം കൊണ്ട് കെട്ടി അവിടെ ഇരുത്തി. അദ്ദേഹം ചെന്നിരുന്നതിന് ശേഷം കൃഷിക്ക് യാതൊരു വിധമായ കേടുപാടും ഉണ്ടായില്ല. സഹോദരന്മാർക്ക് സന്തോഷമായി ഒരു വീതം കുറച്ചു കൊടുത്താൽ മതിയല്ലോ. നമ്മൾ ആലോചിക്കുന്നത് ഒരെണ്ണം പൊട്ടനായി കിട്ടിയാൽ നമ്മുടെ കാര്യം അത്രയും കേട്ടിരുന്ന ആ ഒരു വീതം കൂടെ അമ്മക്കങ്ങ് വിധിച്ചെടുക്കാമല്ലോ. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ എന്തായാലും ഇദ്ദേഹം ഒന്നിനെ കുറിച്ചും യാതൊരു വിധമായ ചിന്തകളും ഉണ്ടായില്ല. അങ്ങനെയായി അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ മനുഷ്യവരി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അതിലെന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആൾക്കാരെയൊക്കെ പറയട്ടെ, എവിടെങ്കിലും പറ്റിയ ആളിനെ കിട്ടുമെങ്കിൽ കൊണ്ടുവരാൻ. അങ്ങനെ തപ്പി ചെന്നപ്പോ ഉണ്ട് ആരോരുമില്ലാതെ ഇങ്ങനെ തട്ടിച്ചു കൊഴുത്ത് ഏറുമാടത്തിരിക്കണു. കൂടെ വിളിച്ചു വരാം. നേരത്തെ ഭക്ഷണം കൊടുത്ത് നേരെ ഭദ്രകാളിയുടെ പീഠത്തിനരികിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പീഠത്തിനരികിലേക്ക് കൊണ്ടുവന്ന് ബലി കൊടുക്കാനായിട്ട് ശൂദ്രൻ തുടങ്ങി വാളെടുത്ത് വെട്ടാൻ തുടങ്ങിയതും ഭദ്രകാളിക്ക് ചൂട് പിടിച്ചു. ബ്രഹ്മ തേജസ്സിന്റെ മുൻപില് ഭദ്രകാളി ചൂട് പിടിച്ചു. വേഗം ചാടി ഇറങ്ങി ശൂദ്രനെ കൊന്നു. ആരെ? ഭദ്രകാളി. പല്ലൊക്കെ എടുക്കാൻ ഒരാള് കുറവുണ്ടായിരുന്നത്. ഇങ്ങനെ ഭടന്മാരെ വിളിച്ചിട്ടിരുന്നപ്പോ ഇദ്ദേഹത്തെ കിട്ടി. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയാം. നമ്മളൊന്നും നടക്കുന്ന പോലെയല്ല. നമ്മളൊക്കെ നടക്കുന്ന എങ്ങനെ എല്ലാം പെടുന്നോന്ന് നോക്കിയിട്ടേ കാല് വെക്കും. അങ്ങനെ പാദം വെക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു ജീവിയെ കാണുന്നതിൽ ഒറ്റ ചാട്ടം വെച്ചത്. അങ്ങനെ ഒരു ജീവിയെ പോലും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കില്ല. അങ്ങനെ എന്തായി? അദ്ദേഹം ആ രഘുഗണന്റെ പല്ലക്കെടുത്തിങ്ങനെ നടക്കണതുകൊണ്ട് അത്ര ഒരു സ്പീഡ് പോരായിരുന്നു അവർക്ക്. രഘുഗണൻ അദ്ദേഹം തന്റെ ഗുരുവിനെ കാണാൻ വേണ്ടി പോയതാ. സ്പീഡ് പോരാ. ഏറ്റവും നല്ല വ്രതം അറിയുമോ? ഏറ്റവും വലിയ വ്രതം ഏതാണ്? ഏകാദശി. മൗനവ്രതം. നമുക്ക് പറ്റുമത്? ആഴ്ച വരെയുള്ള സർവ്വവ്രതം എടുക്കും, അതിനിടയ്ക്ക് ഏകാദശി എടുക്കും, പ്രദോഷം എടുക്കും. ശരിയല്ലേ? ഇല്ല, എടുക്കൂലേ? ആരെങ്കിലും മൗനവ്രതം എടുക്കാറുണ്ടോ? ഉണ്ടോ? എന്താ കാര്യം? നമുക്ക് ഒരു മിനിറ്റ് പോലും ആരോഗ്യം ഇത് കേട്ടപ്പോ എന്തതില്ലാത്ത അരിശുണ്ട്. ആരാണ് തന്റെ ഈ പല്ലൊക്കെ ചുമക്കാവുന്നത്? താൻ തേടിപ്പോയതിന്റെ ഗുരുനാഥൻ തന്നെ തന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണോ എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിനായിരുന്നു. വേഗം എഴുന്നേറ്റ് എന്താ അദ്ദേഹം പറഞ്ഞേ? ഞാൻ ആരെയും ചുമക്കണമില്ല, എനിക്കാരും സ്വാമിയും ഇല്ല. എന്താ പറഞ്ഞ അർത്ഥം? ഞാനെന്ന സ്വരൂപമായാലും സ്വാമി ഇല്ല. അപ്പൊ താൻ ഈ ശരീരമല്ല, പിന്നെയോ ആത്മസ്വരൂപമാണ് എന്നുള്ള ബോധവും, അതോടൊപ്പം താൻ ഈ ജഡമല്ല എന്നുള്ള ബോധം, ഈ പ്രപഞ്ച ശക്തിയാണ് തന്റെ ഉള്ളിൽ നിൽക്കുന്നതെന്നുള്ള ശരീരത്തെ കുറിച്ച് ബോധം. ആ ബോധത്തിൽ ലയിക്കുന്നത് കൊണ്ടും പ്രാപഞ്ചികമായ വിഷയങ്ങളെ
ആശ്രയിക്കുന്നത് കൊണ്ടുമാണ് നമുക്ക് എന്ത് പറ്റാത്തത്, മോക്ഷം എന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നത്. എന്ത് വേണമെന്നാണ് ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളോട് അല്ലെങ്കിൽ കഥ പറയുക. കുട്ടിക്കാലം മുതലേ തന്റെ കുലധർമ്മം അനുഷ്ഠിച്ചിരുന്ന ആളാണ് ആര്? അജാമിളൻ. എന്നിട്ടോ അദ്ദേഹം ആദ്യം എന്റെ ആ കുടുംബത്തിൽ ജീവിക്കുന്ന അവസരത്തിൽ പൂജയും ഹോമവും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആ ഹോമത്തിന് വേണ്ടതായിരിക്കുന്ന ദർഭയെ കാണാൻ ഇടയായി എന്നാണ്. അവളുടെ ചാപല്യത്തില് അല്ലെങ്കിൽ അവളുടേതായ ശൃംഗാര ഭാവങ്ങളില് വീണുപോയി ആര്? പാവം അജാമിൽ. നമ്മളൊക്കെ അങ്ങനെ അജാമിലെ കൊണ്ടേ പോകുമെന്ന് പറഞ്ഞാ നിൽക്കുന്നില്ലേ? അല്ലേ? അതുകൊണ്ട് എന്തായി അവിടെ അദ്ദേഹം അങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ സ്ത്രീയോടൊപ്പം പോയി. അങ്ങനെ ആ സ്ത്രീയോടൊപ്പം താമസിച്ചപ്പോ ഒരു സ്ത്രീയെ കൊണ്ടുവന്നാൽ മാത്രം പോരാ, എന്തും കൂടെ വേണം. ചിലവിന് കൊടുക്കുകയും കൂടെ വേണം അല്ലേ? അതുകൊണ്ട് ചിലവിന് കൊടുക്കാൻ എന്താ വഴി എന്നാലോചിച്ചു. അതെന്ത് ചെയ്തു? തനിക്കുണ്ടായിരുന്നത് അതിനെയൊക്കെ പോറ്റാനായിട്ട് ഇങ്ങനെ വിഷമിച്ചു. കയ്യിലുണ്ടായിരുന്ന എല്ലാം തീർന്നു. എന്ത് ചെയ്തു? പിടിച്ചു പറിക്കാനായിട്ട് തുടങ്ങി. പലരുടെയും മോഷണ ശ്രമം ഉണ്ടായിരുന്നു. പലരുടെയും മോഷ്ടിക്കും മുതൽ അങ്ങനെ മോഷ്ടിച്ച് കുടുംബത്തെ പോറ്റി. അതും നടക്കാതെ വന്നപ്പോ ഭക്ഷണമൊക്കെ മൃഗങ്ങളെയൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങി. വല്ല കാട്ടുപോത്തോ കാട്ടുപന്നിയൊക്കെ ആയിരിക്കും. എന്താ കാരണം അങ്ങനത്തെ പേരുകളൊക്കെയാ നമ്മുടെ മക്കളെ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ പേര് അല്ലേ? പണ്ട് കാലത്തുള്ളവർ എന്തെങ്ങനെ പേരിടുമായിരുന്നു? ഗോപാലൻ, ശങ്കരൻ, വാസുദേവൻ അല്ലേ? ദേവകി, നാരായണി എന്നൊക്കെ അങ്ങനെ പല പല പേരെടുത്തായത്. കാരണം അങ്ങനെയൊക്കെ പേരിട്ടാൽ എന്താ ഗുണം? സർവദാ ഈ നാമം എവിടെ നിൽക്കും? നമ്മുടെ നാവിൽ നിൽക്കും. അപ്പൊ വിളിക്കുന്നത് മക്കളെ ആണെങ്കിലും സ്നേഹവാത്സല്യം അജാമിളുണ്ടായി. അങ്ങനെ അജാമിളന് എല്ലാ കാര്യത്തിലും ഈ നാരായണനെയാണ് വിളിക്കുക. എന്തായി? അങ്ങനെ പ്രായമൊക്കെ ചെന്നും ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോ കട്ടിലെ നീണ്ടു നിവർന്ന് കിടക്കാൻ തുടങ്ങി. നമ്മളും അതുപോലൊക്കെ ഒന്ന് കിടക്കണ്ടേ? ആരുടെയെല്ലാം കണ്ണുനീര് വീണതാ, ആരോടെല്ലാം എന്തെല്ലാം ദ്രോഹങ്ങളാ ചെയ്തത്, ആരുടെയെല്ലാം കുറ്റം കണ്ടുപിടിച്ച് ഞാൻ പരദൂഷണം പറഞ്ഞ് നടന്നതാ. ഇങ്ങനെയൊക്കെ അവിടെ കിടന്നുകൊണ്ട് ഓർക്കാൻ. അപ്പൊ എന്ത് ചെയ്യും? ഓരോരുത്തരും മുമ്പിൽ വരും. മുമ്പിൽ വന്ന് നിന്നോട്ട് ചോദിക്കും, നീ ആരുടെ കൈക്ക് വെട്ടിയാലും മുറിയുകയും ചെയ്യും, ചോര വരികയും ചെയ്യും. അന്നേരം കയ്യോടോ പറയാൻ പറ്റുമോ? അയ്യോ കയ്യെ ഞാൻ അറിയാതെ വെട്ടിയതാന്ന് പറഞ്ഞിട്ട് നല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അറിഞ്ഞു വെട്ടിയാലും അറിയാതെ വെട്ടിയാലും എല്ലാം മുറിയും എന്നതുപോലെ അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും എല്ലാം ആ ചെയ്യുന്ന കർമ്മത്തിന്റെ എല്ലാം ഫലത്തെ നമ്മള് അനുഭവിക്കേണ്ടതായിട്ട്. അങ്ങനെ പറഞ്ഞത് ആരായിരുന്നു? ഇതിനകത്ത് അങ്ങനെ ഒരു വാക്യമുള്ള ഭഗവത്ഗീതയിലാണോ, നാരായണത്തിലാണോ, ഭാരതത്തിലാണോ, രാമായണത്തിലാണോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചു വരുന്ന എപ്പോഴാ പറഞ്ഞ? നീ എവിടെ നില്ല? നീ എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യണത്? പറഞ്ഞ എന്റെ കുടുംബം പോറ്റാനാ. നീ നിന്റെ കുടുംബത്തിനോടൊന്ന് പോയി ചോദിക്ക, നീ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവരൂടെ സ്വീകരിക്കുമോ എന്നൊന്ന് ചോദിക്കാൻ. അപ്പോഴാണ് ചെടി ഭാര്യയെ ഞാൻ ഇങ്ങനെ പിടിച്ചു പറിച്ചും കൊന്നും ഒക്കെ കൊണ്ടുവരുന്ന മുതൽ കൊണ്ടാണ് നീയും നിന്റെ മക്കളും നമ്മുടെ മക്കളും ഒക്കെ കൂടെ കഴിയണത്. ഞാൻ ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം, അതിന് വേറെ ആരും കൂടെ വരികയില്ല. അതുകൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യാവൂ. മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കർമ്മങ്ങളൊന്നും പരമാവധി ചെയ്യാതിരിക്കരുത്. സുഖത്തിന് ചെയ്യുന്നത് അവരെന്നു കൂടി അവരെന്നുകൂടി അറിയാല്ലേ? പറയാത്തതാ ജനങ്ങള്. അപ്പൊ മറ്റുള്ള ജനങ്ങൾക്ക് തന്റെ സുഖത്തിന് വേണ്ടി ചെയ്യണത് മറ്റുള്ളവർക്ക്
ദുഃഖം അല്ല കൊടുക്കേണ്ടത്, താൻ നന്നാവുകയും വേണം, മറ്റുള്ളവർ ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ചെയ്യുന്ന മറ്റുള്ളവനും കൂടി സുഖത്തിനായിട്ടേ വരാ. ഒരിക്കലും മറ്റുള്ളവന് ദുഃഖം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ദുഃഖമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ എല്ലാം ഫലങ്ങൾ, നല്ല എന്ത് ചെയ്താലും ദുരിതങ്ങൾ ചെയ്താലും ഇതിന്റെ എല്ലാ ഫലം അവനവന് അനുഭവിക്കേണ്ടതായിരിക്കും. അതുകൊണ്ട് അജാമളൻ ഇങ്ങനെ കിടന്ന് ഓരോ വേണ്ട, മനസ്സിലായോ പറഞ്ഞേ? ചിലര് പറയും ഞാനുണ്ട് കൂടെ, നീ പേടിക്കണ്ടെന്ന്. പക്ഷെ എന്റെ കാര്യം ആര് നോക്കും? നിനക്ക് ഞാനുണ്ട്, എനിക്കാരുണ്ട്? അത് നമ്മൾ ചിന്തിക്കാറില്ല അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. പക്ഷെ ഒരു കടയിൽ കയറി ഒരു സാധനം മേടിച്ചാൽ നമ്മൾ ആദ്യം ചോദിക്കണത് എന്താ? ജീവിതം അല്ലേ? ഏത് നിമിഷവും ഈ ശ്വാസം നിലച്ചു പോകാം. അകത്തോട്ട് പിടിക്കണത് പുറത്തോട്ട് വന്നില്ലെങ്കിൽ പരമാനന്ദം ഗോവിന്ദ അല്ലേ? ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നമ്മൾ അങ്ങനെ വല്ല ആണോ? അല്ല. ഇങ്ങോട്ട് വരുന്ന വഴി എന്റെ പറമ്പിക്കൊണ്ട് എന്തിനാ അടിയിൽ നീ കയറിപ്പോയേ എന്ന് ചോദിച്ച് ചീത്ത വിളിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് താന് പ്രതാപിലാക്കി കളഞ്ഞല്ലോ എന്നൊക്കെ ഓർത്തു. അങ്ങനെ ഓർത്ത് കിടക്കുമ്പോഴാണ് നല്ല കണ്ണാമുട്ടന്മാരായിട്ട് കൊമ്പം വീശിയൊക്കെ വെച്ച് 4 പേരിങ്ങോട്ട് വന്ന് 4 സൈഡിൽ വന്ന് നിന്നു. എന്നെ അരികത്ത് വന്നിരുന്ന് എന്നെ രക്ഷിക്കാൻ നീയല്ലാതെ മറ്റാരുമില്ലേന്ന് വിളിച്ചു. നാരായണനെ, പുത്രനായ നാരായണനെ വിളിച്ചെങ്കിലും യമധർമ്മന്മാരെ തടഞ്ഞു. യമധർമ്മന്റെ ഭടന്മാരെ തടഞ്ഞു. ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യാൻ പോണതെന്ന്. പറഞ്ഞു, ലോകത്തിലേക്ക് ഏറ്റവും വലിയ മഹാപാപിയാണിവൻ. എന്താ കാരണം? സ്വധർമ്മം മറന്നോന്ന് മാത്രമല്ല, പക്ഷിമൃഗാദികളെയൊക്കെ കെണി വെച്ച് പിടിച്ച് ചുട്ടും കറി വെച്ചുമൊക്കെ തിന്നങ്ങ് അനേകം ജീവനുകളെ ഇല്ലാതാക്കിയതാണിവൻ. നമ്മളും അവിടെ ചെല്ലുമ്പം മിക്കവാറും വറുത്തും പൊരിച്ചുമൊക്കെ തരും. അവിടെ ചെല്ലുമ്പം തിന്നേണ്ടി. കാരണം നമ്മളിവിടെ നമ്മുടെ മകളുടെ കല്യാണത്തിന് തലേ ദിവസം നാട്ടുകാരെ എന്തോ തീറ്റിക്കും? കോയിന്റെ കാല്. മോളെ നല്ലൊരു ജീവിതം അല്ലേ ജീവിക്കാനായിട്ട് കല്യാണം കഴിച്ച് അങ്ങോട്ട് വിടുമ്പോ ഇവിടെ അനേകം ജീവനുകളെ എടുത്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ, അല്ലെ നമ്മുടെ സന്തതികളുടെ ജീവിതത്തെ സുഖകരമാക്കാൻ വിടുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ കാണുന്ന എത്ര ജീവൻ പൊലിഞ്ഞു എന്ന് വെച്ച് അതിനനുസൃതമായിട്ടുള്ളത് അവിടെ ചെല്ലുമ്പം ഗംഭീരമായിട്ട് കിട്ടും. അതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാ, കല്യാണം കഴിച്ച് മോള് വീട്ടിൽ ചെന്ന് കയറി 4-ാം ദിവസം കെട്ടും പൊട്ടിച്ച് എന്ത് പറ്റി? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാളൊരു നടി പറയണേ കേട്ടു. എന്തുകൊണ്ടാണ് ഒന്നാമത്തെ ആ ബന്ധം വേണ്ടെന്ന് വെച്ചത്? അത് എന്നെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ വിവാഹ ബന്ധം വേർപെടുത്തി. രണ്ടാമത്തെ വിവാഹ ബന്ധം വേർപെടുത്തിയതിന്റെ കാരണം എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാനും സഹകരിച്ചു പോകാനും സാധിച്ചില്ല. മൂന്നാമത്തെ എന്ത് പറ്റി? ഞങ്ങൾക്ക് പരസ്പരം അഡ്ജസ്റ്റ് നമുക്ക് എങ്ങനെ ആയാലും കുഴപ്പമില്ല, ആള് കൂടാതെ അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും അല്ല ജീവിതം നമ്മെ പഠിപ്പിക്കുക. അപ്പൊ എന്താണ്? എന്താണ്? അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം ബോധമുള്ള സമയത്ത് ഈശ്വരനെ സ്മരിച്ച് ജീവിച്ചോണം. കുറെ കൂടെ കഴിയുമ്പോ നീണ്ടു നിവർന്ന് കിടക്കുമ്പോ ഒന്നും നാവ് പൊക്കി നാരായണ എന്നും ചിലപ്പോ വിളിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഒന്നാമത്തെ കാരണം എന്താ? നമുക്ക് അങ്ങനെ ഒരു ശീലം നമുക്ക് അങ്ങനെ ഒരു നാരായണ എന്ന് വിളിക്കുന്ന ശീലം ഉണ്ടോ?
അവര് വന്ന് കൊമ്പള മീശയൊക്കെ പിടിച്ച് അങ്ങോട്ട് കൊമ്പുമൊക്കെ വെച്ച് വന്നിരിക്കുമ്പോ ആരെ വിളിക്കണം? ആ വിളിക്കാൻ പറ്റുമെന്നല്ലോ തോന്നുന്നുണ്ടോ? വലിയ പാടാ. അന്നേരം വിളിക്കണമെന്നൊക്കെ തോന്നും. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ശബ്ദം പുറത്തോട്ട് വരത്തില്ല. അന്നേരം അവിടെ കണ്ടോണ്ട വെക്കും അല്ലേ? കഫമെല്ലാം കൂടി ഇവിടെ അങ്ങോട്ട് കെട്ടിയിട്ട് ആ സമയത്തുണ്ടാകുന്ന കുഴപ്പങ്ങൾ അതൊക്കെ. ശ്വാസം എടുക്കാൻ പറ്റുമോ? അടുക്കൊണ്ട് അത് പ്രത്യേകിച്ച് അന്നേരം ആ സമയത്ത് നമ്മുടെ ഇല്ല നിന്നെ ഞാൻ കണ്ടോളാന്ന് പറയുന്ന സ്ഥലത്തും എല്ലാം കിടക്കുന്നെങ്കിൽ പറയവേ വേണ്ട. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോട്ടലുകൾ കുടുംബം കുളം തോണ്ടിച്ചുകൊണ്ടുള്ള ജീവനെടുപ്പൊന്നും അച്ഛൻ എവിടെ കിടന്നവർക്ക് അച്ഛൻ കിംസിക്കണമെന്നാ മരിച്ചെന്നാ ഭയങ്കര ക്രെഡിറ്റാണ്. ഒരു ക്രെഡിറ്റും ഇല്ല. എവിടെ കിടന്നാലും ഇതുവഴിയാ ജീവൻ പോകുന്നതെന്ന് ഒരു നിശ്ചയവും ഇല്ല. അതുകൊണ്ട് ഒരു കാര്യം, ഇപ്പൊ ജീവനോടിരിക്കുമ്പോ ഞാൻ ഉള്ള വെള്ളം ചുറ്റുവായിലോട്ട് ഒഴിച്ചു വരാൻ പറയുക. അവിടെ കിടന്നോണ്ട് ഭഗവാനെ സ്മരിക്കാൻ പറ്റുന്നെങ്കിൽ സ്മരിക്കുക, അല്ലെ ആരെയാണോ ഇട്ടത് അവരെ വിളിക്കുക. ഒന്നുമല്ലേ സ്വസ്ഥമായിട്ട് ജീവൻ പോകുമല്ലോ. ഇത് 9 ദ്വാരത്തിനകത്ത് 9 കുടൽ വെച്ചാൽ ഇതിനകത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ജീവിതം, പിന്നെ ബാക്കിയൊക്കെ ഈശ്വരനെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ സാധിക്കണം നിർബന്ധമൊന്നും ഇല്ല. നമ്മുടെ ആഗ്രഹം, പിന്നെ എന്റെ ആഗ്രഹം എന്താന്ന് ചോദിച്ചാൽ ഇതുപോലെ ഇരിക്കുമ്പോ അങ്ങ് പോണമെന്നാ. ഇതുപോലെ ഇരിക്കുമ്പോ ഭഗവാന്റെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ പോവാങ്കിൽ ഏറ്റവും സന്തോഷം. കമ്മിറ്റിക്കാർക്ക് ഒന്നിനെയും കണ്ട് മരിക്കരുത്. മരിച്ചുപോയ നാരായണ ഇപ്പൊ വളരെ 400 ഇരട്ടി കഷ്ടമായിരിക്കും അടുത്തത്. ഈ അനുഭവിച്ച ദുരിതമൊക്കെ പോലെ ജന്മം വേണ്ടെന്നൊക്കെ നമുക്ക് പറയാം. ഇതാണോ ഇഷ്ടം? നരകത്തിൽ വിടുന്നതാണോ ഇഷ്ടം? അപ്പൊ ചോദിച്ചു, എനിക്ക് എവിടെ കിടക്കാനുള്ള യോഗമുള്ളേ? അപ്പൊ പറഞ്ഞു സ്വർഗത്തിന്. സ്വർഗത്തിലോട്ടുണ്ടേക്കാൻ എന്നതുപോലെ ഈ ജീവിതത്തില് നാം അനുഭവിക്കുന്ന ഓരോന്നും നരകതുല്യമായ ജീവിതമാണ്. അപ്പൊ ആ നരകതുല്യമായിരിക്കുന്ന ജീവിതത്തില് ഈ ഒരു പരിധി വരെയെങ്കിലും ഈ ബോധമുള്ള സമയത്ത് ചെയ്തതാണ്. അതുകൊണ്ട് ഇവനെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് ഞങ്ങള് എന്ന് പറഞ്ഞു തൊട്ടുപോകരുത് അവനെ. എന്താ കാരണം? ഇതുപോലൊരു പുണ്യാത്മാവ് വേറെ ഇല്ല. ആകപ്പാടെ യമധർമ്മന്റെ ഭടന്മാർക്ക് കൺഫ്യൂഷനായി. ചേട്ടാ അവിടുന്ന് യമധർമ്മനോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ വല്ലതും പറഞ്ഞു? അവരെ ഒന്നും പറഞ്ഞില്ല. നന്നായി. എന്താ കാരണം? അത് നാരായണ പാർഷദന്മാരാണ്. ഭഗവാനാണ് നിന്റെ അധിപൻ. അതുകൊണ്ട് ഭഗവാന്റെ പണിയുണ്ടാവും. എന്താ? കരികാലത്ത് 99% ആൾക്കാർ എന്ത് ചെയ്യില്ല? ഈശ്വര സ്മരണയോടുകൂടി ജീവിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണിയുണ്ടാവും. നമ്മളിപ്പോ നാരായണനാമം ജപിക്കുന്നിടത്ത് പോയി ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവളുടെ അടുത്ത് പോവരുത്. നാട്ടിലിരുന്നുകൊണ്ട് ജീവൻ പോയാൽ നമ്മളെ കൊണ്ടുപോകാൻ ആരായിരിക്കും വരിക? യമഭടന്മാര് വരുമോ? നാരായണ ഭടന്മാര് വരുമോ? നാരായണ ഭടന്മാര് വരും. അപ്പൊ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഇറങ്ങിയാലും യമഭടന്മാര് വരാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? നാരായണന്ന് ജപിച്ചാൽ മതി. അപ്പൊ നിരന്തരം നാരായണ നാമം നാവിലുണ്ടെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ ആര് വരില്ല? യമഭടന്മാരും ഒന്ന് പീഡിപ്പിക്കുക. അല്ലേ നമ്മളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന എന്തൊക്കെ കാണിച്ചു കൂട്ടാൻ പോണേ ദൈവത്തെ മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങളെ അവിടെ എണ്ണയ്ക്കകത്തോട്ട് പൊരിക്കാൻ കൊണ്ടുപോകുമ്പോഴായിരിക്കും ഞാനത് വിളിച്ചിട്ട് അപ്പൊ ചോദിച്ചിട്ട് ഇതെന്താ? അയ്യോ നമ്മളവിടെ തപ്പതാകെ നോക്കിയ സ്വാമി അല്ലയോ? സ്വാമി എന്താ സ്വാമി ഇവിടെ? നമ്മളെല്ലാം അവിടെ വെച്ചൊക്കെ കാണും കേട്ടോ. അത് വിഷമിക്കൊന്നും വേണ്ട. ഞാനും ഇടയ്ക്ക് അവിടെ ഒന്ന് സന്ദർശനത്തിനൊക്കെ ആയിട്ട് പലരും പേടിക്കണ്ട. അപ്പൊ അതുകൊണ്ട് കാരണം നമ്മളൊന്നും ഈ എന്താ പറയുക, നമ്മുടെ ഒന്നും മനസ്സും പ്രവൃത്തി ഒന്നും അത്ര ശുദ്ധമൊന്നും അല്ലെന്നീ ചെയ്ത് അവസാനം മുക്തികാലമായപ്പോ തന്റെ ജീവൻ
പോകുന്നതിന് മുമ്പായിട്ട് വിഷ്ണു പാർഷദന്മാരും വിമാനമൊക്കെ ആയിട്ട് വന്ന് എന്ത് ചെയ്തു? അദ്ദേഹത്തെ കയറ്റിക്കൊണ്ട് എവിടേക്ക് പോയി? വിഷ്ണു ലോകത്തേക്ക് പോയി എന്നാണ് കഥ. അങ്ങനെ അജാമിളൻ നാരായണ നാമം ജപിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാ കുഴപ്പമില്ല, നിരന്തരമായിട്ട് വിളിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇടയ്ക്ക് വേറെ വല്ലതൊക്കെ കേറി വന്നാ കുഴപ്പമാണ്. ഈശ്വരന്മാരുടെ നാമധേയങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇട്ടാല് ഭഗവാൻ അങ്ങനെ ഉറങ്ങുമൊന്നും വേണ്ടതേ. ഭഗവാൻ എത്ര ഉറങ്ങിയിട്ടത്? ഭഗവാൻ ഉറങ്ങിയ ഈ ലോകമുണ്ടോ? ഉണ്ടോ? ഭഗവാൻ ഒന്ന് ഉറങ്ങിപ്പോയാൽ പിന്നെ ഈ ലോകത്തിന്റെ നിലനിൽപ്പുണ്ടോ? ഭഗവാൻ ഉറങ്ങിപ്പോയാൽ വലിയ പാടാ. പിന്നെ ഭഗവാൻ ഉറങ്ങാവുന്ന കാര്യം അതിനൊന്നും ആയിട്ടില്ല. നമ്മള് ഭഗവാനെ ഇപ്പൊ ഉറക്കുപാട്ടൊക്കെ പാടി നമ്മൾ ഉറക്കാറുണ്ട്. ഏത്താഴ പൂജ കഴിഞ്ഞില്ലേ കണ്ണ, കൃഷ്ണനാട്ടം തീർന്നില്ലേ, കിടന്ന് ഉറങ്ങണ്ടേ, രാവിലെ എഴുന്നേറ്റല്ലെന്നൊക്കെ ചോദിച്ചു പാട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും കേട്ടാലൊന്നും ആരും ഉറങ്ങില്ല. ഭഗവാൻ ഉറങ്ങില്ല. നമ്മുടെ വിഡ്ഢിത്തത്തിന് നമ്മൾ ചിന്തിക്കുന്നതാണ്. എന്ത്? നിങ്ങളിങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഉടനെ കൃഷ്ണൻ അങ്ങ് ഉറങ്ങിപ്പോകുന്നു. കൃഷ്ണൻ ഉറങ്ങിയാ പിന്നെ ഈ ലോകം ഉണ്ടോ? ഭഗവാൻ ഉറങ്ങിയാ പിന്നെ ഈ ലോകം പാടി നട അടച്ചു കഴിഞ്ഞാല് ഭഗവാൻ ഉറങ്ങി എന്നൊക്കെ നമ്മുടെ ഒരു വിശ്വാസം, നമ്മുടെ ഒരു സങ്കല്പമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആചാരത്തിന്റെ ഭാഗമാണ്. അല്ലാതെ ഭഗവാൻ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായി നിൽക്കുന്ന ഭഗവാനെ എന്നൊക്കെ നമ്മളങ്ങ് പറയുക. അതുകൊണ്ട് അതൊന്നും സാധ്യമാകുന്ന കാര്യമില്ല. അതൊക്കെ പിന്നെ നമ്മുടെ ഒരു വിശ്വാസം. ഭഗവാനെ പാട്ടുപാടി ഉറക്കി, അല്ലെങ്കിൽ ഭഗവാനെ ഉണർത്തു പാട്ട് പാടി കൗസല്യ സുപ്രജ രാമഭൂത സന്ധ്യ പ്രവർത്തത എന്നൊക്കെ പാടുമ്പോൾ രാമൻ എഴുന്നേറ്റു എന്നൊക്കെ നമ്മളങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നതാണ്.